ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ ദൈവവചനം സംബന്ധിച്ച് ചിന്തിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. ഒരു നല്ല ശുഭദിനം നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും ദൈവ സന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു എന്നുള്ള ദൈവവചന പ്രകാരം നമുക്കും ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ, അങ്ങനെ ദൈവാത്മനിശ്വസ്തമാണ് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്ന അതിലെ രണ്ട് അടിസ്ഥാന ഉപദേശങ്ങളാണ്. ലോകത്ത് അനേകായിരം മതഗ്രന്ഥങ്ങളുണ്ട് എങ്കിലും അവ ആ ഗ്രന്ഥങ്ങളൊന്നും നൽകാത്ത തരത്തിൽ മരണത്തെയും ദൈവത്തെയും കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതാണ് വേദപുസ്തകം തികച്ചും ദൈവാത്മനിശ്വസ്തമാണ് എന്ന് വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതിൽ മരണം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചു. ആ മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവന്റെ വിനാശമാണ്. മറ്റൊരു ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അതൊരു കവാടമല്ല മരണം. അത് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. മറ്റൊരു ഗ്രന്ഥങ്ങളും മറ്റെല്ലാ മതഗ്രന്ഥങ്ങളും ആത്മാവിന്റെ അനശ്വരതയാണ് നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉപദേശമാണ് ദൈവം ഏകനാണ് എന്നുള്ളത്. ഇതും മറ്റൊരു ജാതീയ വിശ്വാസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ബഹുദൈവ വിശ്വാസം നിലനിന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് വേദപുസ്തകം. ഇത് ഞാൻ പറഞ്ഞു, ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ മോശ ആദ്യ പുസ്തകം എഴുതുമ്പോൾ ക്രിസ്തുവിനും ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുൻപാണ് മോശ തൻ്റെ പുസ്തകങ്ങൾ എഴുതാൻ ആരംഭിച്ചത്. അന്നെല്ലാം ബഹുദൈവ വിശ്വാസം നിലനിന്നിരുന്നൊരു കാലമാണ്. അപ്പൊ അങ്ങനെ ബഹുദൈവ വിശ്വാസം നിലനിന്ന ഒരു കാലത്ത് ദൈവം ഏകനെന്ന് പ്രഖ്യാപിക്കുവാൻ, അല്ലെങ്കിൽ ഏകനെന്ന് ഇസ്രായേലിനെ പഠിപ്പിക്കുവാൻ മോശയ്ക്ക് സാധിച്ചുവെങ്കിൽ അത് കേവലം മാനുഷികമായ ഒരു ബുദ്ധിയിൽ ഉദയം കൊണ്ട ആശയമല്ല. പിന്നെയോ അത് ദൈവാത്മനിശ്വസ്തമായി മോശ എഴുതിയതാണ്. ഈ കാര്യത്തിൽ എനിക്ക് പ്രിയ മുഹമ്മദീയ സഹോദരങ്ങളോടും ഉള്ള ഒരു ബഹുമാനം അത് തന്നെയാണ്. ഇന്ന് ലോകത്ത് ഏകദൈവ വിശ്വാസം ഉപദേശിക്കുന്ന 2 ഗ്രന്ഥങ്ങളേ ഉള്ളൂ. അതിലൊന്ന് വേദപുസ്തകമാണ്, മറ്റത് മുസ്ലിം സഹോദരങ്ങളുടെ ഖുറാനാണ്. കാരണം ഈ ഖുറാൻ ഇപ്രകാരം ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുവാൻ അല്ലെ ഉപദേശിക്കുവാൻ ഇടയായത് മുസ്ലിം സഹോദരങ്ങളും ഒരു അബ്രഹാമ്യ ഭവനത്തിൽ നിന്നും ഉദയം കൊണ്ടവരാണ് എന്നുള്ള അബ്രഹാമിന്റെ 2 മക്കളിൽ കൂടെയാണ് യഹൂദ ജാതിയും ഈ മുഹമ്മദീയ സമൂഹവും രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബൈബിളിലെ ആശയങ്ങൾ, നിരവധിയായ ബൈബിളിലെ ചരിത്ര ഭാഗങ്ങൾ നമുക്ക് ഈ ഖുറാനിൽ കാണാൻ സാധിക്കും. ഞാൻ അതിലേക്ക് ഇനി കടക്കുന്നില്ല. അതുകൊണ്ട് 2 ഗ്രന്ഥങ്ങൾ, ദൈവത്തിന്റെ ഏകത്വത്തെ വെളിപ്പെടുത്തുന്ന 2 ഗ്രന്ഥങ്ങൾ. എന്നാൽ നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ അതിന്റെ സൂക്ഷിപ്പുകാരെന്നോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികളെന്നോ എല്ലാം വിശ്വസിക്കുന്ന ആ ക്രിസ്തീയ സമൂഹം തന്നെ ഈ വിശ്വാസത്തിന്റെ കടയ്ക്കൽ കോടാലി വെച്ചിരിക്കുക. അവർ ദൈവം ഏകനല്ല, ത്രിയേകനാണ് എന്നുള്ള വലിയൊരു വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ ദൈവം, ഇങ്ങനെ 3 ദൈവങ്ങൾ. അതേസമയം 3 ദൈവമില്ല, ഒരു ദൈവമേ ഉള്ളൂ. ഇങ്ങനെ ഒരിക്കലും യുക്തിക്കോ നിരക്കാത്ത രീതിയിൽ ഉള്ള ചില ആശയങ്ങൾ രൂപീകരിച്ച് അതിനെ പിന്തുടരുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത് നമുക്ക് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വലിയ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിക്കാരൻ, അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ്
കാണാൻ എനിക്കിടയായി. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് താൻ സ്വയം വലിയ ഒരു ജ്ഞാനിയാണ് എന്നുള്ള വിശ്വാസമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു, വേദപുസ്തകത്തിനെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വേദപുസ്തകം ത്രിയേക ദൈവം ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവസ്ഥ എന്താണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ദൈവം ഏകനാണ് എന്ന് പറയുന്നു എന്നാണ്. അതേസമയം വേദപുസ്തകമാണ് ദൈവം ത്രിയേകൻ എന്ന് പറയുന്നു. എത്രയോ സങ്കടകരമായിരിക്കുന്ന വസ്തുതയാണ്. അപ്പൊ ദൈവം ഏകൻ എന്ന് പറയുവാൻ വേദപുസ്തകം ഒഴിച്ച് മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും, ഞാൻ പറഞ്ഞതുപോലെ ഖുറാനും ഒഴിച്ച് മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും സാധിച്ചിട്ടില്ല. ആ സ്ഥാനത്താണ് ദൈവം ത്രിയേകനാണ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പ്രകാരം പൗലോസ് പറയും, ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ മലയാള പരിഭാഷയിൽ അങ്ങനെയല്ല ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതെന്ന്. എന്നാൽ വേണ്ടത് അങ്ങനെയല്ല, ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും ദൈവം ആരാണ് എന്ന് മനുഷ്യൻ അറിയണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവം ഇച്ഛിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്രകാരം വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവിക സ്വഭാവത്തിൽ ഒന്നും ദൈവം ഇപ്രകാരം ത്രിയേകനാണ് എന്നുള്ള ഒരു പ്രയോഗം, ഒരു ഉപദേശം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ ഉപദേശം അതിലേക്ക് കടന്നു വരുവാൻ ക്രൈസ്തവ സഹോദരന്മാരെ, സഭയെ പ്രേരിപ്പിച്ചത് അതിന് ചില ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. നമ്മളത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. അനേക വേദപണ്ഡിതന്മാരും പറയുന്നത്, അതുപോലെ തന്നെ തത്വചിന്തകന്മാരും എല്ലാം പറയുന്നത് ഒരേ സ്വരത്തിൽ അവർ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ക്രിസ്ത്യാനികൾ അവരുടെ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിയേക ദൈവ വിശ്വാസത്തിന് കടപ്പെട്ടിരിക്കുന്നത് അത് ജാതീയ വിശ്വാസങ്ങളോടാണ്. ബഹുദൈവ വിശ്വാസങ്ങളെ ആരാധിച്ചിരുന്ന ജാതീയ ആചാരങ്ങളോടാണ് ഈ ട്രിനിറ്റി കടപ്പെട്ടിരിക്കുന്നത് എന്ന് അനേക ചരിത്രകാരന്മാരും വേദപണ്ഡിതന്മാരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്. നമുക്കറിയാം, യഹൂദമതം അല്ലെങ്കിൽ യഹൂദന്മാര് അവര് ബാബിലോന്യ പ്രവാസത്തിലായിരുന്നു. അതിനുശേഷം യവന സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു. പിന്നീട് റോമാ സാമ്രാജ്യത്തിന്റെ അധീനതയിലായി. ഇവരെല്ലാം ബഹുദൈവ വിശ്വാസികളാണ്. അത് നാം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ദീർഘകാലം ഇപ്രകാരമുള്ള ബഹുദൈവ വിശ്വാസികളായ ജനങ്ങളുടെ ഇടയിൽ പാർത്ത് അവരുടെ പല പീഡനങ്ങൾക്കും ഇരയായവർ സ്വാഭാവികമായും അവരുടെ മനസ്സിലേക്കും ഈ ബഹുദൈവ വിശ്വാസത്തിന്റെ ആശയം കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നാം നോക്കുക, ഈ മറ്റ് മതങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അവർ പ്രചരിപ്പിച്ചിരുന്ന, അവർ വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ക്രിസ്ത്യാനികൾ ട്രിനിറ്റി പ്രഖ്യാപിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇതര മതവിഭാഗങ്ങളിൽ ഈ 3 ദൈവങ്ങൾ എന്നുള്ള ആശയം നിലനിന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈജിപ്തുകാരെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്ക് ഒസീറിസ്, ഹോറൂസ്, ഐസിസ് ഇങ്ങനെ 3 ദേവന്മാരാ ഈജിപ്തുകാർക്കുണ്ടായിരുന്നത്. സുമേരിയൻ വംശജര്, അവര് ജാതിക്കാർ, അവർ ആകാശം, ഭൂമി, വെള്ളം അല്ലെങ്കിൽ സമുദ്രം ഇങ്ങനെ 3ആയി പ്രപഞ്ചത്തെ വിഭാഗിച്ചിട്ട് ഈ 3 വിഭാഗങ്ങൾക്കും ഓരോ ദൈവങ്ങളെ അവർ ഏൽപ്പിച്ചു അവരുടെ കയ്യിൽ. അതിൽ ആകാശദേവനായിട്ട് ആൻസും, ഭൂമി ദേവനായിട്ട് എൻലിലും, സമുദ്രത്തിന്റെ ദേവനായിട്ട് എൻഗി, ഇങ്ങനെ 3 ദൈവങ്ങളെ നമുക്ക് സുമേരിയൻ വിശ്വാസത്തിൽ ജാതിയിൽ കാണാൻ സാധിക്കും. ഇനി നാം ഈജിപ്തിലേക്കൊന്ന് ചെന്നാൽ ഈജിപ്തുകാർക്ക് ഒരു ശരീരത്തിൽ 3 തലകളുള്ള ഒരു ദൈവമായിരുന്നു അവർക്കുണ്ടായിരുന്നു. നിമ്രോദ്, സെമിറാമീസ്, തമ്മൂസ് ഇങ്ങനെയുള്ള 3 ദൈവങ്ങളെ ഇരുന്നവരാണ് ബാബിലോന്യർ. നമ്മൾ യവന ദേവന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ ഗ്രീക്ക് ദേവന്മാർ അവരാരൊക്കെയാണ്? സേയൂസ്, ഹെർമിസ്, അഫ്രോഡിറ്റോ ഇങ്ങനെ 3 ദേവന്മാര് ഈ യവന ദേവന്മാരുണ്ടായിരുന്നു അവർക്ക്.
റോമർ റോമർക്കോ അവർക്ക് ജൂപ്പിറ്റർ, വീനസ്, ഡയാന, ഇങ്ങനെ 3 ദേവന്മാർ. അപ്പൊ റോമാക്കാര് 3 ദേവന്മാരെ, ജൂപ്പിറ്റർ, വീനസ്, ഡയാന, ഇങ്ങനെ 3 ദേവന്മാരെയാണ് റോമൻ ജാതി ആരാധിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, സ്വാഭാവികമായും ഈ ബാബിലോന്യ, യവന, റോമ സാമ്രാജ്യങ്ങളിൽ കൂടെ അവരുടെ ആധിപത്യത്തിന് കീഴിൽ ദീർഘനാൾ ജീവിച്ച യഹൂദ ജാതിക്കും ഇപ്രകാരം ഒരു ബഹുദൈവ വിശ്വാസത്തെ കുറിച്ചുള്ള ചിന്ത അവരിൽ കടന്നുകൂടിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. യവന സംസ്കാരം, മുഖ്യമായിട്ടും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായ യവന തത്വചിന്തകന്മാർ, അവരുടെ ചിന്തകൾ ഇവരെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. നമുക്കറിയാം, ഒറീഗൻ എന്ന് പറയുന്ന ഒരു ആദിമ ക്രൈസ്തവ സഭാ പിതാവെന്ന് തന്നെ വേണേ പറയാം. അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഈ പ്ലേറ്റോണിയൻ ചിന്തകൾ വളരെയധികം ഉണ്ടായിരുന്നു. ആത്മാവിന്റെ അമർത്യത, അതുപോലെ തന്നെ പുനർജനന സിദ്ധാന്തം, പുനരുത്ഥാനമല്ല പുനർജനന സിദ്ധാന്തം, കുർബാനയിൽ അപ്പത്തിന്റെ വസ്തുഭേദം, വസ്തുമാറ്റം, ഇവയൊക്കെയും ഈ ഒറിജിന്റെ സംഭാവനയാണ്. അതുപോലെ തെർത്തുല്യൻ ഏതാണ്ട് AD 165 മുതൽ 225 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ, തീർച്ചയായും അദ്ദേഹം ഈ തൃത്വ ആരാധനയ്ക്ക് വഴിമരുന്നിട്ട തുടക്കം കുറിച്ച വ്യക്തിയാണ്. അതിനുശേഷം അത് അത്താനേഷ്യസ് ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അലക്സാണ്ടർ ഹിസ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അദ്ദേഹം തന്റെ 2 ബാബിലോൺ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഏകദൈവ വിശ്വാസം ജാതീയ റോമൻ അധികാരത്തിന് കീഴിൽ എങ്ങനെ ഈ ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു എന്ന്, അപ്പൊ ഏകദൈവ വിശ്വാസത്തെ എങ്ങനെ ഈ റോമൻ ചിന്താ ആധിപത്യത്തിന് കീഴിൽ ക്രിസ്തീയ സഭയ്ക്ക് ബലി കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഈ അലക്സാണ്ടർ ഹിസ്റ്റോപ്പ് എന്ന് പറയുന്ന ചരിത്രകാരൻ വളരെ വ്യക്തമായി, 19-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യഹൂദ സമൂഹം അവരെല്ലാവരും ഈ ജാതീയ ചിന്തകളോട് ചേർന്ന് ജീവിച്ചിട്ടുള്ള ഈ യഹൂദ സമൂഹം, ഇപ്പൊ നമ്മൾ പുതിയ ക്രൈസ്തവ സഭ രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? യഹൂദന്മാര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതാണ് തുടക്കം. യഹൂദന്മാരിൽ നിന്നാണ് ക്രിസ്തീയ സഭ രൂപപ്പെടുന്നത്. അതിനുശേഷം ഇത് ജാതികളിലേക്ക് പോയി. അപ്പൊ ജാതികളിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവരും യഹൂദന്മാര് ക്രിസ്ത്യാനികളായി വന്നിട്ടുള്ളവരിലും അവരിലെല്ലാം ഇങ്ങനെയുള്ള ചിന്തകൾ സ്വാധീനിച്ചിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് പുതിയ നിയമത്തിൽ ഉള്ള ഒരു പ്രയോഗം കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, യേശുവിനെ ദൈവപുത്രൻ എന്ന് സംബോധന ചെയ്തിരിക്കുക. അനേക ഭാഗങ്ങളിൽ പുതിയ നിയമ എഴുത്തുകാർ സുവിശേഷങ്ങളിൽ അവനെ ദൈവപുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇവർ ചിന്തിക്കുന്നത് ദൈവപുത്രൻ, അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ദൈവമല്ലാതെ മറ്റാരാകും എന്നുള്ളതാണ്. അപ്പൊ ഈ യഹൂദ ജാതിക്ക് ഉണ്ടായിരുന്ന മറ്റൊരു ചിന്ത, അല്ലെങ്കിൽ അവരുടെ ചിന്തയുടെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ 14-ാം അധ്യായത്തില് 8-ാം അധ്യായത്തില് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 8-ാം അധ്യായത്തിൽ നമ്മൾ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൗലോസിനെയും ബർന്നബാസിനെയും അവരൊരു മുടന്തനായ വ്യക്തിയെ അവർക്ക് രോഗശാന്തി നൽകിയപ്പോൾ അവരെ ദേവന്മാർ, ഇന്ദ്രനെന്നും ബുധനെന്നും ഉള്ള ദേവന്മാരാണ് ഇവരെന്ന് പറഞ്ഞ് അവർക്ക് ദൈവത്വം ആരോപിച്ച യഹൂദജാതി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അവരെ ഇന്ദ്രനെന്നും ബുധനെന്നും സേയൂസ് എന്നും ഹെർമീസ് എന്നും പറയുന്ന 2 ദേവന്മാരാണ് ഇവരെന്ന് അവർ പറഞ്ഞു. നോക്കുക, അതിനുശേഷം പൗലോസ് മറ്റൊരു അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. പൗലോസ് ഒരു കപ്പൽ ഛേദത്തിൽപ്പെട്ട് അതിനുശേഷം കരയ്ക്കണിഞ്ഞു കഴിഞ്ഞപ്പോൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു സർപ്പം പൗലോസിന്റെ കയ്യിൽ ചുറ്റി. അതിനുശേഷം അവര് കാത്തിരുന്നതാ പൗലോസിനെ കടിച്ചിപ്പ പൗലോസ് മരിക്കും
എന്നാൽ അതൊന്നും ഉണ്ടായില്ല. അപ്പോഴവര് പറയാ ഇവനൊരു ദേവനല്ലാതെ മറ്റാരാ? അപ്പൊ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ ദൈവങ്ങളായി കാണുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ഈ യഹൂദജാതിയിൽ ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ ദൈവങ്ങളായി കാണുക. ഇനി യഹൂദന്മാരുടെ മറ്റൊരു വിശ്വാസം എന്തായിരുന്നു വെച്ചാൽ അവര് ഈ ദൈവദൂതന്മാർക്കോ ദൈവത്തിനോ ഒക്കെ മനുഷ്യ രൂപമെടുത്ത് വരിക, ഈ ഭൂമിയിൽ വരാനും മനുഷ്യ സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെട്ട് മക്കളെ ജനിപ്പിക്കാനും സാധിക്കുമെന്ന് അവർ ഈ ജാതികൾ വിശ്വസിച്ചിരുന്നു. യഹൂദന്മാരല്ല, ജാതീയ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ആ വിശ്വാസത്തിൽ നിന്നും കടന്നു വന്നവരാ യഹൂദന്മാരും. നമ്മൾ മനസ്സിലാക്കുക, ആ വിശ്വാസത്തിൽ ഏറെക്കാലം ജീവിച്ചിരുന്നവരാ. അപ്പൊ എന്താ, ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവത്തിനോ ദൈവദൂതന്മാർക്കോ ആരായി വരാൻ സാധിക്കും? മനുഷ്യനായി ജന്മമെടുത്ത് അവർക്കും ഇവിടെ മനുഷ്യരെ ജനിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്നവർ. സേയൂസ് എന്ന് പറയുന്ന ദേവൻ ഡാനെ എന്ന് പറയുന്ന മനുഷ്യ സ്ത്രീയിൽ ഒരു സ്വർണ്ണ മഴയായി പെയ്തിറങ്ങി. എന്നിട്ടോ പെർഡ്യൂഹസ് എന്ന് പറയുന്ന ഒരു 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 വ്യക്തി, ഒരാളിന് ജന്മം കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ സേയൂസ് ഡാനെ എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിപ്പിച്ചത് ഒരു അർദ്ധനാരീശ്വരനെയാണ്. ആ അർദ്ധനാരീശ്വരന്റെ പേര് പെർഡൂയിസ് എന്നാണ്. വീണ്ടും ഈ പറയുന്ന സേയൂസ് ദേവൻ അൽമേന എന്ന് പറയുന്ന സ്ത്രീയിൽ ഒരു പുത്രനെ ജനിപ്പിച്ചു. അതാണ് ഹെർക്കുലീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മോട് ചരിത്രങ്ങൾ തന്നെ പറയുന്നതാ. അപ്പൊ ദൈവത്തിനും ദൈവദൂതന്മാർക്കും ഇപ്രകാരം മനുഷ്യ സ്ത്രീയിൽ മനുഷ്യരെ ജനിപ്പിക്കാൻ സാധിക്കും. അവരൊക്കെ ദൈവങ്ങളാണ് ജനിച്ചിട്ടുള്ളവരെന്ന് വിശ്വസിക്കുന്നവർ. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യഹൂദന്മാരിലും ഒരു പരിധിവരെ ഈ ചെറിയ ചിന്തകൾ അവരിലും കടന്നുകൂടിയിട്ടുണ്ടാകാം. എന്നാൽ അതിന് വഴിമരുന്നിട്ട് കൊടുത്ത് തെർത്തുല്യനാണ്. എന്നിട്ട് നാം നോക്കുക, തെർത്തുല്യൻ ഇപ്രകാരം ഒരു വിശ്വാസത്തിലേക്കൊന്ന് AD 325 നിഖ്യ സുന്നഹദോസിൽ എന്തുണ്ടായി? അവിടെ അറിയൂസ് എന്ന് പറയുന്ന ആ ദൈവ ഭക്തനെ അവിടെ സത്യം, ദൈവവചനത്തിന്റെ സത്യം എന്താണെന്ന് വിളിച്ചു പറഞ്ഞ ദൈവം ഏകനാണെന്നും യഹോവ പിതാവാണെന്നും യേശുക്രിസ്തു അവന്റെ പുത്രനാണെന്നും പരിശുദ്ധാത്മാവ് അവരുടെ വ്യാപാര ശക്തിയാണെന്നും ഘോഷിച്ച അറിയൂസിനെ അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവിടെ AD 325 ഒരു സുന്നഹദോസ് വിളിച്ചു. അത് ആരുടെ അധ്യക്ഷതയിലായിരുന്നു ആ സുന്നഹദോസ്? റോമൻ ചക്രവർത്തിയായിരുന്ന ക്രിസ്തുമത അനുയായിയായി മാറിയ കുസ്തന്തീനോസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺസ്റ്റന്റൈന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ സുന്നഹദോസ് കൂടിയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്താൻ നിശ്ചയിക്കാൻ കൂടി വന്ന ഒരു സുന്നഹദോസ് അധ്യക്ഷം വഹിക്കുന്ന ഒരു ജാതീയ ചക്രവർത്തിയാണ്. എത്രമാത്രം ഖേദകരമാ ആ ഒരു അവസ്ഥ. ഇന്നും നാം ഇങ്ങനെ ഒരു അനുഭവം ക്രിസ്തീയ സഭകളിൽ കാണുന്നില്ലേ? എന്താ അവിടെ നാം കാണുന്നത്? സഭകളിലെ തർക്കങ്ങൾ തീർക്കാൻ ഗവൺമെന്റ്, പോലീസ്, കോടതി. സഭകളുടെ തർക്കം എന്താ? അധികാരം ആരുടെയാ, ഉപദേശം ആരുടെയാ, ശരിയെന്നുള്ളതല്ലേ? അപ്പം ദൈവത്തിന്റെ വചനങ്ങൾക്ക് സാക്ഷ്യം പറയേണ്ടത് അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ ലോക കോടതികളും ഈ ലോക അധികാരങ്ങളുമാണ്. തങ്ങളുടെ വോട്ടവകാശം ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഗവൺമെന്റുകളെ സ്വാധീനിക്കാൻ വേണ്ടി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെയല്ലേ നമ്മൾ കാണുന്നത്? എത്രയോ ദുഃഖകരമാ. ഇസ്രയേലിൽ എന്താ ഉണ്ടായിരുന്ന? മോശയും 70 മൂപ്പന്മാരും ചേർന്നിട്ടാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി വഴിവിട്ട അപഥ സഞ്ചാരിണിയായി ക്രൈസ്തവ സഭ തീർന്നതിന്റെ ലക്ഷണമല്ലേ നമ്മൾ ഇത് കാണുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ചരിത്ര പശ്ചാത്തലം നമുക്കുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ എന്നിട്ട് എന്ത് ചെയ്തു? നിഖ്യ സുന്നഹദോസിൽ അറിയൂസിന്റെ വാദഗതികളെ നിർദ്ദയം തള്ളിക്കളഞ്ഞുകൊണ്ട് അത്തനേഷ്യസ്
തൃത്തുല്യന്റെ ത്രിയേക ദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ച് അതിനെ അംഗീകരിച്ച അത്തനേഷ്യസിന്റെ ഉപദേശം ശരിയാണെന്ന് അംഗീകരിച്ചു. ആര്? ഈ പറയുന്ന ജാതീയ രാജാവ്. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് എന്തിനാ? അതിന് രാഷ്ട്രീയമായ ചില മാനങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്ര വസ്തുതകൾ. അപ്പോൾ ദൈവപുത്രൻ എന്ന് വിളിച്ചത് കൊണ്ട് അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ചിന്തിച്ച ഒരു ജാതി, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിച്ചത് കൊണ്ട് അപ്രകാരം ആ ജനനം എങ്ങനെയുള്ളതാ? കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പിതാവ് യഹോവയിൽ നിന്നും യഹോവയുടെ മക്കളായി ഇവിടെ ആദാം ദൈവത്തിന്റെ മകനാണെന്നാ പറയുന്നത്. ഇസ്രയേലിനോട് പറയുന്നത് നീ എന്റെ ആദ്യ ജാതനാണെന്നാ പറയുന്നത്. യേശുവും എങ്ങനെയാ? ഒരിക്കലും ഇതൊരു ബയോളജിക്കലായിട്ടുള്ള ജനിതകമായിട്ടുള്ള ഒരു ജനനമല്ല അവിടെ നടന്നിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. അങ്ങനെ ജനിതകമായിരിക്കുന്ന ഒരു ജനനമാണ് അവിടെ നടന്നതെങ്കിൽ ദൈവത്തിങ്കിൽ നിന്നും ജനിച്ചത് ദൈവമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഇത് അങ്ങനെയല്ലല്ലോ. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് അത് അവന്റെ സ്ഥാനങ്ങൾ, അവരെ ദൈവത്തിന്റെ അംഗീകാരത്തെയോ അവർക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനങ്ങളെയോ മാത്രമാണ് അത് കാണിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി ഞാൻ ഇതൊരു ചരിത്ര വസ്തുത മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഇനി ഇപ്രകാരം ത്രിയേക ദൈവ വിശ്വാസം ആണ് ബൈബിൾ ഉപദേശിക്കുന്നത് എന്ന് പറയുന്നവർ, അവർ പറയുന്നത് വലിയ കാര്യമുണ്ട്. ഇതൊരു മർമ്മമാണെന്ന്. ഇത് സാധാരണക്കാർക്കാർക്കും മനസ്സിലായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നും ദൈവത്തിന്റെ അവസ്ഥ എന്താണെന്നും സാധാരണക്കാരും മനസ്സിലാക്കരുത് എന്നുള്ളതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ വാക്യം. ഏതാ? ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലതും ചവറന്ന് എണ്ണുന്നു എന്നാ പൗലോസ് പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത പൗലോസിനെ കുറിച്ച് വീണ്ടും പറയുന്നത് അവൻ അറിവ് കൊണ്ട് അവന് പൗലോസെ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്രകാരം ജ്ഞാനിയായിരുന്ന ഒരു പൗലോസ്, ആ പൗലോസിന് ഈ കാര്യം വെളിപ്പെട്ടിട്ടില്ലേ? ഇവിടെ അവൻ ആരുടെ ശിഷ്യനായി തീർന്നു, അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള അവന് മനസ്സിലായിട്ടില്ലേ? ഇതൊരു മർമ്മമാണ്. ഇത് ഏതാനും ചിലർക്ക് മാത്രം വെളിപ്പെടുന്നതാ. എന്തൊരു കഷ്ടമാ! ഇവിടുത്തെ ഉപദേശിമാർക്കും ഇവിടുത്തെ പുരോഹിതന്മാർക്കും മാത്രമേ ഇതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ആർക്കും അർത്ഥം മനസ്സിലാവൂല. ഈ പറയുന്നതിൽ എന്തർത്ഥമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ മർമ്മം എന്നുള്ള പ്രയോഗം ഏതാണ്ട് 22 തവണ പുതിയ നിയമത്തിൽ വരുന്നുണ്ട്. മർമ്മം എന്നുള്ള പ്രയോഗം അവിടെ എവിടെയെങ്കിലും നാം നോക്കിയാൽ, അതെല്ലാ ഭാഗങ്ങളും ഞാൻ എടുക്കാൻ പോകുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം, റോമാലേഖനം 11:25, 16:25, 1 കൊരിന്ത്യർ 2:7, 15:51, എഫേസ്യ ലേഖനം 1:9, 3:3, 4:9, 5:32, 6:19, കൊലോസ്യ ലേഖനം 1:26, 27, 2:2, 4:3, 2 തെസലോനിക്കൽ 2:7, 1 തിമോത്തിയോസ് 3:9, 3:16, വെളിപാട് പുസ്തകം 1:20, 10:7, 17:5-7 എന്നീ ഭാഗങ്ങളിൽ മർമ്മം എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു സ്ഥലത്തും ഇത് ത്രൈകത്വത്തിന്റെ മർമ്മമാണ് എന്ന് ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വേദപുസ്തകം പറയണ്ടേ ഈ തൃത്വവിശ്വാസം എന്നുള്ളതും അതൊരു മർമ്മമാണെന്ന് വേദപുസ്തകം പറയണ്ടേ പ്രിയമുള്ളവരെ? അപ്പൊ മർമ്മം എന്നുള്ളത് എക്കാലത്തും മറഞ്ഞിരിക്കാനുള്ളതല്ല. മർമ്മം എന്നുള്ളത് കുറെ കാലത്തേക്ക് മറഞ്ഞിരിക്കുമെന്നാൽ അത് വെളിപ്പെടേണ്ട കാലത്ത് വെളിപ്പെടും. ക്രിസ്തീയ സഭ രൂപപ്പെട്ടിട്ട് 2000 വർഷം കഴിഞ്ഞിട്ടും ദൈവം ആരെ എന്നുള്ള കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലേ? ഒരു സാധാരണ ക്രിസ്ത്യാനി, ഒരു അൽമായൻ, അവൻ ദൈവം ആരാണെന്ന് അവൻ കണ്ടെത്തി വിശ്വസിക്കണ്ടേ? അതോ ഇവിടുത്തെ ഉപദേശിമാർക്കും ഇവിടുത്തെ പുരോഹിതന്മാർക്കും മാത്രം വെളിപ്പെട്ടാൽ മതിയോ? അവർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി വിഴുങ്ങുന്ന ഒരു ആത്മായ സമൂഹം, ഒരു വിശ്വാസികളുടെ സമൂഹമായി അധപ്പതിച്ചു പോയി. എന്നാൽ അവർ പറയുന്നതിന്റെ വസ്തുത എന്ത് എന്നുള്ളത് പരിശോധിക്കാൻ
വേദപുസ്തകത്തിന്റെ സഹായത്തോടെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയൊരു ലാബറട്ടറിയാണ്. നമുക്ക് ഈ ഉപദേശങ്ങളെ പരിശോധിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം ലാബറട്ടറി തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പൊ അങ്ങനെയുള്ള വേദപുസ്തകത്തിന്റെ സഹായത്തോടെ ഈ ഒരു ഭാഗം പരിശോധിക്കാൻ മറ്റൊന്ന് ഇവർ ചോദിക്കുന്ന ഒരു കാര്യം ഇതാ, എന്താണ് ഇത്? ഈ ക്രിസ്തോപദേശം എന്ന് പറയുന്നത് അത് മർമ്മമാണെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, ഇത് ആർക്ക് വെളിപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി വീണ്ടും ഈ തൃത്വോപദേശം അത് സകല മനുഷ്യരും അത് മനസ്സിലാക്കി യേശുവിനെ ദൈവമെന്ന് അംഗീകരിച്ചില്ലെങ്കിൽ അത് വലിയ പാപമാണെന്ന് ചിന്തിക്കുന്നവരാ. നോക്കുക, യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. എങ്കിൽ എന്താണ് ഈ ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ദൈവം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വലിയ അബദ്ധത്തിൽ വീഴുന്നത്. പഴയ നിയമത്തിൽ ദൈവം എന്ന് പ്രയോഗിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏലോഹീം എന്നുള്ളതാണ്. എബ്രായ മൂലത്തിൽ ഏലോഹീം എന്നുള്ളതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന അവിടെ ആദിയിൽ ദൈവം, ആ ദൈവം എന്നുള്ള പ്രയോഗം ഏലോഹീം എന്നുള്ള വാക്കാ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു സംജ്ഞാനാമമല്ല, ഇതൊരു സർവനാമമാണ്. സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ നാമമാ സംജ്ഞാനാമം. ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് യഹോവ എന്നുള്ളത് സംജ്ഞാനാമമാണ്. എന്നാൽ ദൈവം എന്നുള്ളത് ഒരു സർവനാമമാണ്. ഇവിടെ പറയാ ഏലോഹീം എന്നുള്ള പദം അത് ബഹുവചനത്തിലുള്ള വാക്കാണെന്ന്. അപ്പൊ ആദിയിൽ ദൈവങ്ങൾ, അപ്പൊ അവിടെ ദൈവം എന്ത് ചെയ്തു? അവിടെ ആദിയിൽ ദൈവങ്ങൾ സൃഷ്ടിച്ചു. ഏലോഹീം എന്നുള്ള പദം ബഹുവചനമാണ് എന്ന് പറഞ്ഞിരിക്കുക എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ പാസ്റ്റർമാര്. അതിന്റെ സത്യാവസ്ഥ എന്താ? ഈ വാക്ക് ഏകവചനത്തിലും ബഹുവചനത്തിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണത്. നമ്മൾ ഇംഗ്ലീഷിൽ ആട് എന്നുള്ളതിന് ഷീപ്പ് എന്ന, എത്ര ആടുണ്ടെങ്കിലും ഷീപ്പ് എന്നേ പറയുള്ളൂ. ഫർണിച്ചർ, വീട്ടിൽ എന്തെല്ലാം വീട്ടുപകരണങ്ങൾ ഉണ്ടെങ്കിലും ഫർണിച്ചേഴ്സ് എന്ന് പറയൂല, ഫർണിച്ചർ എന്നേ പറയുള്ളൂ. അപ്പൊ ഇതുപോലെ ഫിഷസ് എന്ന് പറയൂല, ഫിഷ് എന്നേ പറയുള്ളൂ. ഇതുപോലെ ഒരു വാക്കാണ് ഏകവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഏലോഹീം എന്നുള്ളത്. ഇനി ആ വാക്ക് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമ്മുടെ പരിഭാഷകർത്താക്കൾ എന്തുകൊണ്ട് ഗോഡ്സ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല? ഏതെങ്കിലും ഒരു പരിഭാഷയിൽ ആദിയിൽ ദൈവങ്ങൾ സൃഷ്ടിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇംഗ്ലീഷിലാണെങ്കിൽ ഗോഡ്സ് ക്രിയേറ്റഡ് എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കുക. അപ്പൊ ഈ പദം ഏകവചനത്തിൽ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ദൈവം ഏലോഹീം എന്നുള്ള പദം യഹോവയ്ക്ക് മാത്രമാണോ ഉപയോഗിച്ചിട്ടുള്ളത്? ഇവിടെ ഇത് എത്രയോ വിധത്തിൽ ആർക്കെല്ലാം ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു, ആരെയെല്ലാം കാണിക്കാൻ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാ ഈ മോശയെ ദൈവമാക്കി. ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത് മോശയെ ദൈവം ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്നാണ്. മോശയെ ദൈവം ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. അപ്പൊ ഫറവോന്റെ മേൽ അധികാരമുള്ള ഒരുവനാണ് മോശ. അപ്പൊ അധികാരമുള്ള എന്തിനേയും ദൈവമെന്ന് വിളിക്കുന്നു. ഇങ്ങനെ വളരെയധികം വാക്യങ്ങൾ കാണിച്ചു തരാൻ പറ്റും. ആരൊക്കെയാണ് ഈ ദൈവമെന്ന ആ സംബോധനയ്ക്ക് ആരെയൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ന്യായാധിപന്മാരെ ദൈവമെന്നാ വിളിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 21-ന്റെ 6-ാം വാക്യത്തിൽ കാണുന്ന ഇങ്ങനെ: യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടിയെന്ന് കതകിന്റെയോ കട്ടിളക്കാലിന്റെയോ അടുക്കൽ നിർത്തി അവന്റെ കാത് തുളയ്ക്കണമെന്നാണ്. ആരെടുക്കൽ കൂട്ടിക്കൊണ്ടിരണം? ദൈവസന്നിധിയിൽ. ജഡ്ജസ് എന്ന ഇംഗ്ലീഷിൽ, ഏലോഹീം എന്ന മൂല ഭാഷയിൽ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗം വീണ്ടും ഈ ജാതീയ ദൈവങ്ങളെ അവരെ ഏലോഹീം എന്ന് വിളിച്ചിട്ടുണ്ട്. യഹോവ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാൻ അറിയുന്നു. പുറപ്പാട് പുസ്തകം 18-11.
ലോഡ് ഈസ് ഗ്രേറ്റർ ദാൻ അതർ ഗോഡ്സ്. നോക്കാം, വേറെയും ദൈവങ്ങളുണ്ട്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞ് ഇനിയും അനേകം വാക്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം എനിക്കിവിടെ തീർന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഇതിന്റെ തുടർച്ചയായി നാളെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുക, വിശദമായി ദൈവത്തിന്റെ വചനം പഠിക്കുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു.